ഗുഡ് ഈവനിങ് ട്രേഡേഴ്സ്, ഗുഡ് ഈവനിങ് ഇൻവെസ്റ്റേഴ്സ്. സിയാദ് ഇലിക്കൽ എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കിടക്കാം. അങ്ങനെ മാർക്കറ്റിനെ ഷോർട്ട് ചെയ്ത ആളുകളെയും അല്ലെങ്കിൽ മാർക്കറ്റിൽ വളരെയധികം ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ആളുകളെയും ഒരേപോലെ സന്തോഷിപ്പിച്ച് നിഫ്റ്റി ഇന്ന് വളരെ വലിയ തോതിൽ വോളറ്റിലായ രീതിയിൽ മാർക്കറ്റ് ഇന്ന് ട്രേഡിംഗ് അവസാനിച്ചു. ഇതിൻ്റെ റീസൺ എല്ലാവർക്കും അറിയാം. ട്രംപിൻ്റെ താരിഫ് ഹൈക്കും കൂടാതെ അതുണ്ടാക്കിയിട്ടുള്ള ആ ഒരു ചാഞ്ചാട്ടങ്ങളൊക്കെ തന്നെയാണ്. ഇന്ത്യ വിക്സിന്ന് 2.5% സ്പൈക്ക് ചെയ്തത്. അതുണ്ടാക്കിയ ചാഞ്ചാട്ടങ്ങളാണ് ഇന്ന് മാർക്കറ്റിൽ ഇത്ര വലിയൊരു റോളർ കോസ്റ്റർ റൈഡറിന് കാരണമായത്. നിഫ്റ്റിയുടെ ചാർട്ട് കണ്ടുവരുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്തു, 24,640 സപ്പോർട്ട് എടുത്തു. ഇൻട്രാഡേ ലോയിൽ നിന്ന് ഏകദേശം ഒരു 300 പോയിന്റ് റാലി രേഖപ്പെടുത്തി 24,950 റെസിസ്റ്റൻസ് ഫേസ് ചെയ്തു. പിന്നീട് ഒരു 150 പോയിന്റിൽ ഇടിവ് രേഖപ്പെടുത്തി 24,765 നിഫ്റ്റി ക്ലോസ് ആയി. അപ്പോൾ ഈ ഒരു താരിഫ് ഹൈക്ക് ഉണ്ടാക്കിയിട്ടുള്ള പൊല്ലാപ്പ് ഏത് രീതിയിലായിരിക്കും വരാൻ സാധ്യതയുള്ളതെന്നുള്ളതിനെക്കുറിച്ച് ഒരു അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ, ജ്വല്ലറി സെഗ്മെൻറ്റ് ഏകദേശം ഓവറോൾ നമ്മളുടെ എക്സ്പോർട്ടിൻ്റെ 10% യു എസിലേക്കാണ്. അതിൽ തന്നെ ആ ഒരു 10%ൽ ഉള്ള $10 ബില്യൺ നമുക്ക് ജ്വല്ലറിയാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നിന്ന് യു എസിലേക്ക് കയറ്റുമതി ചെയ്യുന്നത്. കൂടാതെ തന്നെ ഫാർമ സെക്ടറിലും വലിയ തോതിൽ പ്രശ്നങ്ങളുണ്ടാവും. സൺഫാർമ, ഡോക്ടർ റെഡ്ഡി, സിപ്ല തുടങ്ങിയ ഫാർമ സെക്ടർ ഉൾപ്പെടെയുള്ള നമ്മുടെ ഫാർമ സെക്ടേഴ്സ്, ഈ കമ്പനീസിൻ്റെ 30% സെയിൽസ് യു എസിൽ നിന്നാണുള്ളത്. കൂടാതെ തന്നെ ടെക്സ്റ്റൈൽസ്, നമുക്കറിയാം ഒരുപാട് ടെക്സ്റ്റൈൽസ് കമ്പനീസ് യു എസിലേക്ക് നമ്മൾ കയറ്റുമതി നടത്തുന്നുണ്ട്. ആ കമ്പനീസ് എല്ലാം തന്നെ ഈ ഒരു ഫിയർ കാരണം ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. കൂടാതെ ഇലക്ട്രോണിക്സ് ഐറ്റംസും ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ യു എസിലേക്ക് കയറ്റുമതി ചെയ്യുന്ന പ്രൊഡക്റ്റുകളിൽ ഉൾപ്പെടും. അപ്പോൾ ഈ സെക്ടേഴ്സിനെല്ലാം തന്നെ ഇപ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തുടർ ചർച്ചകളെല്ലാം തന്നെ മേ ബി നടന്നേക്കാം. ഇനി 25 അല്ല, അത് കുറച്ചേക്കാം. പക്ഷേ അതിനെന്ത് വേണം? ഇന്ത്യയും കുറയ്ക്കാൻ സന്നദ്ധ തയ്യാറാകണം. അതെല്ലാം തന്നെ നമ്മുടെ ഉഭയകക്ഷി ചർച്ചകളിലൂടെ ഇത് മുന്നോട്ട് പോകും. മാർക്കറ്റ് പക്ഷേ ഇത് ബീറിഷായിട്ട് തന്നെയാണ് ഇത് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്തതിന് ശേഷം ഉണ്ടാക്കിയ ഒരു ബോട്ടം ബൈങ്, അതിൻ്റെ ഒരു ശക്തി നമ്മൾ കണ്ടില്ല. വീണ്ടും മാർക്കറ്റ് ഫോളോ ചെയ്തു. നിഫ്റ്റിയിലെ പ്രധാനപ്പെട്ട സ്റ്റോക്കുകളുടെ പെർഫോമൻസ് നോക്കാം. HUL, ജിയോ ഫിനാൻസ്, എറ്റേണൽ, ITC, JSW സ്റ്റീൽ 3.5 മുതൽ 1% വരെയുള്ള റാലി ഉണ്ടാക്കി. മാർക്കറ്റ് പൊതുവെ ഇടിയുമ്പോൾ FMCG സ്റ്റോക്കുകളെല്ലാം തന്നെ റാലി രേഖപ്പെടുത്താറുണ്ട്. അദാനി എൻ്റർപ്രൈസസ്, ടാറ്റ സ്റ്റീൽ, ഡോക്ടർ റെഡ്ഡി, സൺഫാർമ, അദാനി പോർട്ട് തുടങ്ങിയ കമ്പനീസ് 1.5 മുതൽ 4% വരെയുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ഗ്ലോബൽ മാർക്കറ്റ് കണ്ടുവരുമ്പോൾ ഗ്ലോബൽ മാർക്കറ്റും ഒരു ബിയറിഷ് സെൻറ്റിമെൻറ്റ്സ് ആണുള്ളത്. ഏറ്റവും താഴെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റും മിക്സ്ഡ് ആയ അവസ്ഥ. ജർമ്മൻ, ഫ്രാൻസ് മാർക്കറ്റുകൾ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഡോ ഫ്യൂച്ചർ ഇപ്പോൾ പ്ലസ് ആണ്, 100 പോയിന്റ് പ്ലസ്സിലും. എന്നാൽ ഏഷ്യൻ മാർക്കറ്റ് എല്ലാം തന്നെ കൊറിയ, ചൈന, ഓസ്ട്രേലിയ എല്ലാം തന്നെ നെഗറ്റീവിലായിട്ടാണ് ക്ലോസ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഒരു അൺസർട്ടനിറ്റി നിലനിൽക്കുന്നുണ്ട്. US മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം വന്ന GDP ഡേറ്റ ആശ്വാസം പകരുന്ന ഒന്നായിരുന്നു. 3% റാലി ഉണ്ടായിരുന്നു. കൂടാതെ തന്നെ ഫെഡറൽ ഓപ്പൺ കമ്മിറ്റി 4.5 ഇൻട്രസ്റ്റ് റേറ്റ് സ്റ്റേബിളായി നിലനിർത്തിയിട്ടുണ്ട്. ജെറോം പവൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് നിലനിൽക്കുമ്പോൾ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് വർദ്ധിപ്പിക്കുന്നില്ല എന്നുള്ള ഒരു പോസിറ്റിവിറ്റിയും കൂടി US നിന്നുണ്ട്. സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. ഈ വരുന്ന ഞായറാഴ്ചയാണ് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെ ഓഫ്ലൈൻ ക്ലാസ്സുകളുള്ളത്. പല ആളുകളും ഇതിനെക്കുറിച്ച് ധാരണയില്ലാതെ പല ഓപ്ഷൻസ് എല്ലാം തന്നെ പല കോൺട്രാക്റ്റുകളും, പല മന്ത്ലി കോൺട്രാക്റ്റുകളും ഹോൾഡ് ചെയ്ത് അതിൻ്റെ എല്ലാം തന്നെ സ്ക്രീൻഷോട്ട് കാണുമ്പോൾ ഹ്യൂജ് ലോസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലോസിൻ്റെ എല്ലാം തന്നെ ഏകദേശം ഒരു 1% മാത്രമാണ് ഇതിന് നമ്മൾ ഫീസ് ഈടാക്കുന്നുള്ളൂ. ഒരു സ്റ്റോപ്പ് ലോസിൻ്റെ ചിലവിൽ നിങ്ങൾക്ക് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ നമ്മുടെ ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കാം. ഫസ്റ്റ് കമൻറ്റിൽ നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വരാൻ പറ്റാത്ത ആളുകൾക്ക് ഓൺലൈനും പഠിക്കാം. സ്റ്റോക്കിൻ്റെ വാർത്തയിൽ ആദ്യം കോൾ ഇന്ത്യയാണ്. നെറ്റ് പ്രോഫിറ്റ് 20% ഇടിവ് രേഖപ്പെടുത്തി 8,743 കോടി രൂപ. കഴിഞ്ഞ തവണ 14,338 കോടി രൂപ പ്രോഫിറ്റ് കരസ്ഥമാക്കിയിരുന്നു. ഡിവിഡൻഡ് 5 രൂപ 50 പൈസ പ്രഖ്യാപിച്ചു. ഐഷർ മോട്ടേഴ്സ് നെറ്റ് പ്രോഫിറ്റ് 1,205 കോടി രൂപ ഇത്തവണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് 9% ഇയർ ഓൺ ഇയർ വർധനവാണുള്ളത്. കഴിഞ്ഞ തവണ 1,101 കോടി രൂപയായിരുന്നു. ബാർബക്യൂ നേഷൻ ലോസ് ആണുള്ളത്. ലോസ് വർദ്ധിപ്പിച്ചു. 4 കോടി രൂപ ഉണ്ടായിരുന്ന ലോസ് 16 കോടി രൂപയിലേക്ക് ഉയർന്നു. മൻകൈൻഡ് ഫാർമ 352 കോടി രൂപയിൽ നിന്ന് 438 പ്രോഫിറ്റ് കുറഞ്ഞു. പ്രൈക്കോൾ കമ്പനി 45 നിന്ന് 49 പ്രോഫിറ്റ് ഉയർത്തി. ചെമ്പിൾ ഫെർട്ടിലൈസർ 550 നിന്ന് 640 പ്രോഫിറ്റ് ഉയർത്തി. JSW ഹോൾഡിംഗ് 17 നിന്ന് 19 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി.
സിറ്റി യൂണിയൻ ബാങ്ക് കമ്പനി 264 നിന്ന് 306 കോടി രൂപയിലേക്ക് 16% പ്രോഫിറ്റ് ഉയർത്തി. TCPL പാക്കിംഗ് കമ്പനി 31 നിന്ന് 22 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ന്യൂ ലാബ് കമ്പനി 97 നിന്ന് 13 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു. ടീം ലീസ് കമ്പനി 20 നിന്ന് 26 പ്രോഫിറ്റ് ഉയർത്തി. തെർമാക്സ് 116 നിന്ന് 152 പ്രോഫിറ്റ് ഉയർത്തി. സ്വിഗ്ഗി 600 കോടി രൂപ ലോസ്, ഈ തവണ ലോസ് ഡബിളായി 1200 കോടി രൂപ ലോസ്. ഡാബർ ഇന്ത്യ 500 നിന്ന് 510 നേരിയ പ്രോഫിറ്റ് വർധനവ്. മാരുതി 3650 നിന്ന് 3710 നേരിയ പ്രോഫിറ്റ് വർധനവ്. അദാനി എൻ്റർപ്രൈസസ് നെറ്റ് പ്രോഫിറ്റ് 45% ഇടിവ് രേഖപ്പെടുത്തി. റവന്യൂ 13% ഇടിവ്. വേദാന്ത 3600 നിന്ന് 3200 10% പ്രോഫിറ്റ് കുറഞ്ഞു. സൺഫാർമ നെറ്റ് പ്രോഫിറ്റ് 20% ഇടിഞ്ഞ് 2278 കോടി രൂപ. അംബുജ സിമെൻറ്റ് 649 നിന്ന് 790 പ്രോഫിറ്റ് ഉയർത്തി. വണ്ടർല 63 നിന്ന് 52 പ്രോഫിറ്റ് കുറഞ്ഞു. TVS മോട്ടോഴ്സ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 35% ഉയർന്ന് 779 കോടി രൂപ കരസ്ഥമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകുന്നത് ആളുകൾക്ക് പൊതുവെ സമയമില്ല, അതുകൊണ്ട് സമയം കളയാതെ ആണ് വളരെ പെട്ടെന്ന് തന്നെ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സ്പീഡൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുക. യൂട്യൂബിന് അതിൻ്റേതായിട്ടുള്ള സെറ്റിങ്ങുകൾ എല്ലാം തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ന്യൂസ് കാണുന്ന എല്ലാ ആളുകളും നിങ്ങളുടെ ട്രേഡിംഗ് ഗ്രൂപ്പിലേക്കും നിങ്ങളുടെ ട്രേഡിംഗ് സുഹൃത്തുക്കളിലേക്കും എല്ലാവരിലേക്കും നമ്മുടെ ചാനൽ എത്തിക്കുക. ന്യൂസ് കാണാത്ത പല ആളുകളും ഈ കമ്പനിയുടെ റിസൾട്ട് എന്താണ്, ഈ കമ്പനിയുടെ റിസൾട്ട് എന്തായിരുന്നു എന്നെല്ലാം തന്നെ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ചോദിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കമ്പനികളുടെ റിസൾട്ട്, IPO ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ നമ്മുടെ ട്രേഡ് ബഡ്ഡി ടാബിൽ ലഭ്യമാണ്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ട്രേഡ് ബഡ്ഡി ടാബിൻ്റെ ലിങ്ക് ഉണ്ട്, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാലോ. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ 7:00 പ്രീ മാർക്കറ്റ് ന്യൂസായിട്ട് എത്താം. താങ്ക് യു ഓൾ.